പ്രൈവറ്റ് ബസ്സുകളുടെ മരണപ്പാച്ചിൽ, പ്രത്യേകിച്ച് എറണാകുളം സിറ്റിക്കകത്ത് വളരെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്നാണ്. കാരണത്തൊക്കെ യാത്ര ചെയ്യാനൊക്കത്തില്ല ഇവന്മാരുടെ അഹങ്കാരം കാരണം. പച്ച പെയിൻറ്റും അടിച്ച് ഇനി ഇറങ്ങിയേക്കാണ് ബോധമില്ലാത്ത കുറേ എണ്ണം. അത് മുഴുവൻ ഗുണ്ടകളാണ് ഇതിനകത്ത് ജോലി ചെയ്യുന്നത്, അല്ലാതെ സാധാരണക്കാരൊന്നും അല്ല. ഇവനൊക്കെ ഇതിലേക്കൂടെ ആരുടെ നെഞ്ചത്തൂടെയും കയറിപ്പാം, ആ ഒരു ധാരണയുണ്ട്. കഴിഞ്ഞ വർഷം 2025 ഇവന്മാരുണ്ടാക്കിയ അപകടങ്ങളെന്ന് പറഞ്ഞാൽ 271 എണ്ണമാണ് ഇവിടെ എറണാകുളത്ത്. അത് കൂടാതെ അതിനകത്ത് 16 മരണങ്ങളും. യഥാർത്ഥത്തിൽ KSRTCയിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് അനുവദിച്ചപ്പോൾ ഞാനൊന്ന് സന്തോഷിച്ചു. കാരണം ഈ പ്രസ്ഥാനം ഒന്ന് കൂട്ടിക്കെട്ടുമല്ലോ, യുവമാരുടെ അഹങ്കാരം ഒന്ന് നിൽക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ സിറ്റിക്കകത്ത് ഇപ്പോഴും യാതൊരു വ്യത്യാസവുമില്ല. ഒരു സൈഡും നമുക്ക്, അതായത് നമ്മുടെ ഇടതുവശത്തൂടോ വലതുവശത്തൂടോ ഒക്കെ തോന്നുന്ന പോലെ ഇവന്മാർ കയറി അങ്ങ് പോകും. വളരെ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ വലതുവശത്തൂടെ അങ്ങ് ഓവർടേക്ക് ചെയ്യും. കാരണത്തെ ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, വളരെ കഷ്ടപ്പെട്ടാണ്, അതായത് വളരെ വില കൂടിയ കാറുകളാണ് ഉള്ളത്. അതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഭയമാണ്. കാരണം ഇത് എപ്പോൾ യുവന്മാർ കൊണ്ടുവന്ന് ഇടിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള പേടിയാണ്. അത് കൊണ്ടുവന്ന് നമ്മുടെ ചിലപ്പം വളരെ, അതായത് ഇത് പോകുമ്പോൾ, നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു സൈഡ് കൊടുക്കാനുള്ള ഒരു സ്ഥലവും കാണത്തില്ല. റോഡിൽ വണ്ടി നിറഞ്ഞു നിൽക്കുകയായിരിക്കും. അങ്ങനെയുള്ള സമയത്തും കൊണ്ടുവന്നിട്ട് നമ്മുടെ പുറകെ നമ്മളെ ശല്യം ചെയ്യുന്ന പോലെ പുറകിൽ വന്നിട്ട് കിക്കി എന്ന് പറഞ്ഞൊരു ഹോണുണ്ട്. ഇത് ആദ്യം യഥാർത്ഥത്തിൽ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഹോൺ ഒന്ന് അവസാനിപ്പിക്കണം. ഈ ഹോൺ അഴിച്ചു മാറ്റാൻ പറയണം യുവമാർക്ക് ഹോണിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ അവന്മാർ ചെയ്തു പോകും. പക്ഷേ ഇത് നമ്മളെ ശല്യപ്പെടുത്താനാണ്. പ്രത്യേകിച്ച് നല്ല കാറുകൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ആൾക്ക് അനുഭവം കാണും. കിക്കി എന്ന് പറഞ്ഞ് എന്തൊരു ശല്യമാണെന്നറിയോ നമുക്ക്. അത് അടിച്ചുകൊണ്ട് വരും. അടിച്ചുകൊണ്ട് വന്നതിന് ശേഷം കൊണ്ടുവന്നുണ്ടല്ലോ, വലത്തൂടെ കൊണ്ടുവന്നുകൊണ്ട് ഓവർടേക്ക് ചെയ്ത് ഒട്ടും സ്ഥലമില്ലാത്ത ഞെരുങ്ങും നടത്തൂടെ. അപ്പം നമ്മൾ പേടിച്ചിടത്തോട്ട് നമ്മുടെ വണ്ടി മാറ്റി കൊടുക്കും. അങ്ങോട്ട് ഓവർടേക്ക് ചെയ്ത് നേരെ മുമ്പിൽ കുറുക്കെ കൊണ്ടുവന്ന് ഇടത്തുവശം പാർക്ക് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ, നമ്മൾ മുട്ടിയില്ല എന്നും പറഞ്ഞ് നിർത്തേണ്ട ഗതികേട് വരും. ഇതാണ് ഇവന്മാർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ മോട്ടോർ സൈക്കിളുകാരെയും സ്കൂട്ടറുകാരെയും ഒന്നും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ അത് വേറെ കാര്യമുണ്ട്, കുറ്റം പറയാനും ഒക്കത്തില്ല. ഇവിടെ മോട്ടോർ സൈക്കിളും സ്കൂട്ടറും ഒക്കെ ഓടിക്കുന്നുണ്ടല്ലോ, തോന്നിവാസം പോലാണ്. അവർ ഇടത്തെ സൈഡിൽ കൂടെ മര്യാദയ്ക്ക് ഒരു എൻഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകുന്നതിന് പകരം വലത്തെ അറ്റത്തോടെ ഓടിക്കും. ഇനി വലത്തൂടെ അല്ല, ഇവന് ഇതിലേ പോകുന്നതെന്ന് നമുക്കറിയാൻ ഒക്കത്തില്ല, ഒന്നി നടുക്കൂടെ ഓടിക്കും. സ്ത്രീകൾ ഓടിക്കുന്നതാണ് ഏറ്റവും വളരെ മോശമായിട്ട് ഈ സ്കൂട്ടറും ഒക്കെ ഓടിക്കുന്നത്. അവർ എങ്ങനെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാൻ ഒക്കത്തില്ല. നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെ പോലാണ്. ട്രംപ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അയാൾക്ക് ചില വെളിപാടുകളുമായിട്ടാണ് എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നത്. അന്നാണ് അയാൾ തീരുമാനിക്കുന്നത് ഇന്നതുപോലെ ഇന്ന അറ്റാക്ക് ചെയ്യണമെന്ന്. അല്ല, നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചൊന്നുമല്ല. എന്ന് പറഞ്ഞതുപോലെ ഇവർ ഈ വണ്ടി ഓടിക്കുമ്പോൾ അവർക്ക് എങ്ങോട്ട് പോകണം, എതിലേ പോകണം എന്നുള്ളതിനെ കുറിച്ചൊന്നുള്ള ഒരു ബോധവുമില്ല. അത് മിക്കവാറും വലത്ത് വശത്തൂടായിരിക്കും ഈ പോകുന്നതെല്ലാം. അതായത് റോഡിൻ്റെ റൈറ്റ് സൈഡ് എന്ന ഭാഗം എന്ന് പറയുന്നത് സ്പീഡ് ട്രാക്ക് ആണെന്നും അതിനകത്തൂടെ പതുക്കെ പോകുന്ന വണ്ടികൾ ഓടിക്കാൻ പാടില്ലെന്നും ഉള്ളതാണ് നിയമം. പക്ഷെ അതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ പതുക്കെ ഇതിരുന്ന് അങ്ങോട്ട് കയറി അങ്ങ് പോകും. ചിലപ്പോൾ കുറുക്കെ കൊണ്ടുവന്ന് കയറും. എത്ര എണ്ണത്തിനെയാണെന്നറിയാമോ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. വളരെ സൂക്ഷിച്ച് പോയി. കാരണം ഇത് ബാക്കിയുള്ളവരുടെ ബാധ്യതയാണ്. ഇവർ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങുന്നത്. അവർ യാത്ര ചെയ്യേണ്ടെന്നല്ല, ഞാൻ സ്ത്രീകൾക്കെതിരായി ഞാൻ പറഞ്ഞതല്ല. പക്ഷേ സ്ത്രീകൾ പ്രത്യേകിച്ച് ഓടിക്കുന്നതാണ്. പണ്ടാണെങ്കിൽ സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുമ്പോഴും ഇത് ഓടിക്കുമ്പോഴും ഒക്കെ വളരെ സൂക്ഷിച്ച് ഓടിക്കും എന്ന് നമുക്ക് കരുതാമായിരുന്നു. ഇപ്പോൾ അതൊന്നുമല്ല. ഇപ്പോൾ ഈ സ്കൂട്ടർ പ്രത്യേകിച്ചും സ്ത്രീകൾ ഓടിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള വളരെ തോന്നിവാസമായിട്ടാണ്. ഇനി പുരുഷന്മാരായാലും വ്യത്യാസമൊന്നുമില്ല. അത് ഇതിലെയൊക്കെ കയറും. ചിലവന്മാർ രണ്ടെണ്ണം കൂടെ അളിയനും ആയിരിക്കും. കാരണം അളിയനും പോകുമ്പോൾ പാരലായിട്ട് പോയേ ഒക്കുള്ളൂ. ഒരുത്തം മുമ്പിലായി പോയാൽ മറ്റേ അളിയനത് പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ കാര്യം പറഞ്ഞ് റോഡിൽ പോവും. നമുക്കൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല. വളരെ പതുക്കെ ഇങ്ങനെ ഓടിക്കുക. പലപ്പം കിലോമീറ്ററുകൾ ചിലപ്പം നമുക്കുണ്ടല്ലോ ഓരോരുത്തരെ പുറകെ പോകേണ്ട ഗതികേട് വരും. പതുക്കെ, അതായത് ഇപ്പോൾ ഒരു സൈഡിൽ കൂടെ ഭാരം കയറ്റിയ ലോറി, ആ ലോറി റൈറ്റ് സൈഡ്
അതിലെ റൈറ്റ് ഒരിക്കലും സ്പീഡ് ട്രാക്കിൽ ഓടിക്കാൻ പാടില്ലാത്ത വെഹിക്കിളാണ്. അത് കയറി അങ്ങോട്ട് ഓടിക്കും. ഇത് ഞാനിപ്പോൾ ഈ പാലാരിവട്ടം മുതൽ വൈറ്റില വരെ കാണുന്ന ഒരു ദൃശ്യമാണ് ഞാനീ പറയുന്നത്. ഓടിക്കും. ഈ ഇടത്ത് വശമുള്ള ഒരു ഓട്ടോറിക്ഷ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ ഒരു മാർഗവുമില്ല. കാരണം ഓട്ടോറിക്ഷ പതുക്കെ ഇങ്ങനെ പോവും, അതിന് പാരലായിട്ട് ഇതും ഈ ഭാരം കയറ്റിയ ലോറി അതേപോലെ പതുക്കെ ഓടിച്ചു പോകും. ബാക്കിയുള്ളവരെല്ലാം ഇതിനെ മണപ്പിച്ച് അതിൻ്റെ പുറകെ പോയിക്കൊള്ളണം. അതാണ് അവന്മാരുടെ റൂള്. ഇതാണ് റോഡ്. നമ്മുടെ റോഡ് ഭരിക്കുന്നവനൊക്കെയാണ്. ഈ പ്രൈവറ്റ് ബസ്സുകാരെ നിയന്ത്രിക്കേണ്ടത് അങ്ങേയറ്റം ചെയ്യേണ്ട ഒരു കാര്യം. ഇന്നലെ ബാനർജി റോഡിൽ ഇന്നലെ ഉണ്ടല്ലോ ഒരു സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചിട്ടിട്ട്, സ്കൂട്ടർ യാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാ? അഷ്ടിക്ക് വകയില്ലാത്ത ആളുകളാണല്ലോ ഈ ആഹാരം കൊണ്ട് കൊടുക്കാൻ നടക്കുന്നത്. ഈ സ്വിഗ്ഗി സൊമാറ്റോ എന്നൊക്കെ പറഞ്ഞ് ഓടും വെച്ച് നടക്കുന്നുണ്ടല്ലോ പാവപ്പെട്ട പിള്ളേർ. അവർക്ക് വേറെ മാർഗമില്ല. അവർ പാർട്ട് ടൈം ജോലി പോലെയാണ് പലരും ചെയ്യുന്നത്. ആ ഒരു പയ്യൻ്റെ ഇടിച്ചിട്ടിട്ട് അവൻ്റെ ദേഹത്തൂടെ കയറി ഇറങ്ങി ഒരു പ്രൈവറ്റ് ബസ്. ഇത് ഇന്നലെ സംഭവിച്ച യഥാർത്ഥം എവനെയൊക്കെ എന്ത് ചെയ്യാവുക? എന്നിട്ട് അവനൊക്കെ ഇറങ്ങി ഓടും. ആരും അവൻ പിടിക്കത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഇറങ്ങി ഓടുന്നത്. ഇത് കളഞ്ഞിട്ടങ്ങ് പോവും റോഡിൽ. എന്നിട്ട് റോഡിൽ നിന്ന് പോലീസുകാർ നിന്ന് വെള്ളം അടിച്ച് കഴുകുന്നു. അത് ഈ എന്താ അഗ്നിശമന സേനയുടെ ആയിരിക്കും അവർ നിന്ന് കഴുകുന്നു റോഡ്. കാരണം റോഡ് മുഴുവൻ ബ്ലഡും ഒക്കെ നാശമായിട്ട് കിടക്കുകയാണ്. ദേഹത്തൂടെ വണ്ടി കയറി ഇറങ്ങിയല്ലേ, തൽക്ഷണം മരണപ്പെട്ടു പോയി. ഇത് യഥാർത്ഥത്തിൽ കൊലപാതകമാണ്. ഇതിനൊക്കെ ഉണ്ടല്ലോ കൊലക്കുറ്റത്തിനാണ് കേസെടുക്കേണ്ട, അല്ലാതെ അതായത് നരഹത്യ എന്ന് മാത്രം. കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് മർഡർ ആക്കരുത് ഒരിക്കലും. ദിസ് ഈസ് ക്ലിയർ കേസ് ഓഫ് മർഡർ. പിന്നെ അത് മാത്രം 2 ദിവസം മുമ്പാണ് യവന്മാർ തമ്മിലുള്ള യാത്ര തർക്കം. അതായത് ഇവർക്ക് കൊടുത്തേക്കുന്ന 1-2 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഈ പ്രൈവറ്റ് ബസ് ഇതിലെ കൂടെ ബസ് ഓടിക്കാനുള്ള പെർമിറ്റ് കൊടുത്തേക്കുന്നത്. അവർ ആ സമയം പാലിക്കണം. നമുക്കിപ്പോൾ ഈ സിറ്റിയിലെങ്ങും ഈ സമയമൊന്നും പാലിക്കാൻ പറ്റത്തില്ല. കാരണം പലയിടത്തും ബ്ലോക്ക് ആയിരിക്കും. അവിടെ കിടന്ന് താമസിപ്പിക്കുമ്പോൾ പുറകെ വരുന്നവന് അവൻ്റെ സമയമാണ് എന്ന് പറഞ്ഞാണ് ഈ വഴക്ക് മുഴുവൻ ഉണ്ടാവുന്നത്. വഴക്കുണ്ടായിട്ട് റോഡിൽ യവന്മാരിറങ്ങി നിന്ന് തമ്മിലങ്ങ് അടിക്കുകയാണ്. ബാക്കി വാഹനങ്ങളെല്ലാം നിർത്തിക്കൊടുത്ത് അവരെല്ലാം യവന്മാരുടെ ഈ കയ്യാകളി, ഈ സ്റ്റണ്ട് ഉണ്ടല്ലോ, സിനിമ ഇടപാട് അടി, അത് കണ്ടുകൊണ്ടിരിക്കണം. അതങ്ങോട്ട് ഇറങ്ങി അടിക്കുക, മൊത്തം അടിയും പിടിയും. കാരണം അതിനാണ് ഈ ഗുണ്ടകളെ തന്നെ ബസ് ജോലിക്ക് വെച്ചേക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം യാത്രക്കാരാരെങ്കിലും ഇടപെട്ട് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു പോയാൽ അവരെ എടുത്തിട്ട് അങ്ങ് ഉപദ്രവിക്കും. എന്നാലും ഒരു യാത്രക്കാരനെ അയാളുടെ മൂക്കിടിച്ച് അതിൻ്റെ നേസൽ ബോൺ ഫ്രാക്ചർ പൊട്ടിച്ച് രക്തം ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടു. ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവനെയൊക്കെ അതായത് ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ എന്നുള്ള വകുപ്പിട്ട് ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തി ഇവനെ ഒക്കെ അകത്താക്കണം. അതാ ചെയ്യേണ്ടത്. പിന്നെ യവന്മാരൊക്കെ പലരും ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടായി ബസ് ഓടിക്കുന്നത്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഡ്രഗ് ഇല്ലെങ്കിൽ അതുപോലെ കിക്കുള്ള പാൻ പരാഗോ അതുപോലുള്ള സാധനങ്ങൾ ഇതൊക്കെ ചവച്ചുകൊണ്ടും ഒക്കെയാണ് അലക്ഷ്യമായിട്ട് ഓടിക്കുന്നത്. മുംബൈയിൽ നോക്കിക്കൊണ്ട് ബസ് ഓടിക്കുന്നവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും നോക്കാൻ ഇവിടെ സംവിധാനങ്ങളൊന്നുമില്ല. ഇത് പോലീസൊക്കെ പിടിച്ചിട്ട് യവന്മാർക്ക് 100-500 രൂപ പിഴയിട്ടുണ്ടെന്നും ഒരു കാര്യമില്ല. ഈ പിഴയെന്നൊക്കെ പറയുന്നത് 10,000 രൂപയ്ക്ക് മേലിൽ കൂടണം. അതുപോലുള്ള വകുപ്പിട്ട് ഓരോന്ന് ചെയ്തോണം. അതാ ചെയ്യേണ്ടത്. അത് മാത്രമല്ല, പിഴ മാത്രമല്ല, ഇവൻ്റെയൊക്കെ ലൈസൻസും ക്യാൻസൽ ചെയ്ത് അങ്ങ് കളയണം. ഇവനൊന്നും ബസ് ഓടിക്കണ്ട എന്ന് വിചാരിക്കണം. എപ്പോഴാണെന്നറിയത്തില്ല. നമുക്ക് ഇടത്ത് നിർത്തിയേക്കുന്ന കാണും. നമ്മൾ ഉടനെ സന്തോഷിച്ച് വലത്തോട് ഓവർടേക്ക് ചെയ്ത് നമുക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വരും. നമ്മൾ അടുത്ത് വരുന്ന ഉടനെ അതാണ്ട് ഒരു ചൂണ്ടുവിരൽ ഇങ്ങനെ വെളിയിലോട്ടൊന്നിടും. എന്നിട്ടങ്ങ് കയറുകയാണ്. നമ്മളത് ബ്രേക്ക് ചെയ്തോണം. ബ്രേക്ക് ചെയ്യുമ്പോഴെന്താ, നമ്മൾ പുറകെ വരുന്ന വണ്ടികൾക്ക്, വാഹനങ്ങൾക്ക് അത് വളരെ ഉപദ്രവമാണ്. അതെപ്പോഴാണ് നമ്മുടെ പുറവശം ഇടിച്ച് ശരിയാക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതിനെ നിയന്ത്രിക്കണം. ഞാൻ വിചാരിച്ചു ഈ പ്രിയദർശിനി വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ, അതായത് ഇവിടുത്തെ ഈ ബസ്സുകളെ യവന്മാരെ കൊണ്ട് ഓടുമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല. പൂർവാധികം ഭംഗിയോടുകൂടി അഹങ്കാരം റോഡിൽ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതിനൊരു നടപടി ഉണ്ടാവണം. ഇതിനെതിരെ ആഭ്യന്തര വകുപ്പും അതുപോലെ ഗതാഗത വകുപ്പും ഒരുമിച്ച് ഇതിന് ശ്രമിക്കണം. അതാണ് ചെയ്യേണ്ടത്. നാട്ടുകാരുടെ രക്ഷയ്ക്ക്, മനുഷ്യരുടെ രക്ഷയ്ക്ക്.